അതിതീവ്ര മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെ ജലാശയങ്ങളിലേക്കുള്ള ആളുകളുടെ യാത്ര, മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് തീരദേശത്ത് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും തീരദേശവും അല്ലാത്ത പ്രദേശങ്ങളിൽ വെള്ളം കൂടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ പ്രത്യേകിച്ച് വെക്കേഷനാണ് എന്നുള്ള കാരണം കൊണ്ട് കുട്ടികൾ ഉൾപ്പെടെ ജലാശയങ്ങളിൽ ഇറങ്ങുന്ന നടപടിയെ ഏത് വിധേനയും നമുക്ക് നിരുത്സാഹപ്പെടുത്തിയാൽ മതിയാകും. അപകടമില്ലാത്ത സ്ഥലമാണ് എന്ന് തോന്നുന്നൊക്കെ ഉണ്ടെങ്കിലും അധികം അളവിൽ വെള്ളം വേണ്ടതില്ല മരണത്തിന് എന്ന് പറയുന്ന വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, അതിതീവ്ര മഴയുടെ പ്രൊഡക്റ്റാണ് ഇതെല്ലാം. അതുകൊണ്ട് വളരെ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങുന്നത് ഇപ്പം തൽക്കാലം എന്തായാലും ഒഴിവാക്കിയേ മതിയാകൂ. ആ വിധത്തിലുള്ളൊരു ശ്രദ്ധ വിനോദസഞ്ചാരത്തിൽ, വഞ്ചി കുത്തിപ്പോകലിൽ, നീന്തലിൽ, മത്സരങ്ങൾ നടത്തുന്നതിൽ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാക്കണം. മലയോരത്തും ഇതേപോലെ തന്നെയുള്ള പ്രയാസങ്ങളുണ്ട്. രാത്രികാല യാത്രാ നിരോധനം ആവശ്യമെങ്കിൽ നടത്താൻ കളക്ടർമാരെ നേരത്തെ തന്നെ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്നുള്ള ചുമതല നൽകിയിട്ടുണ്ട്. പക്ഷേ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് അക്കാര്യത്തിലും ഒരു ശ്രദ്ധ നല്ലതുപോലെ ഉണ്ടാകുന്നത് നന്നായിരിക്കും.